ഝാൻസി ജില്ലയിലെ ഗുർസ്രായ് എന്ന ഗ്രാമത്തിലേക്കാണ് നമ്മുടെ യാത്ര. അവിടേക്ക് മിഷണറിമാരോടൊപ്പം യാത്ര ചെയ്തപ്പോൾ കണ്ട കാഴ്ചകളാണ്. ഉത്തരേന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിലെ കുടുംബങ്ങളിൽ ഇന്നും പെൺകുട്ടികൾക്ക് പൊതുവായി സ്ഥാനം നൽകുന്നത് അടുക്കളകളിൽ തന്നെയാണ്. കൂടാതെ ഏതൊരു കാര്യത്തിനായാലും അവൾ ആൺകുട്ടികളെക്കാൾ കഴിവുണ്ടെങ്കിൽ പോലും പിന്നോക്കം തള്ളപ്പെടുന്ന ദുരവസ്ഥ. ഇതിന് അറുതി വരുത്താൻ ഝാൻസി മിഷനിലെ മിഷണറിമാർ അനേകം കർമ്മ പദ്ധതികളാണ് മാസം തോറും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഉൾഗ്രാമത്തിലേക്ക് ഒരുപറ്റം വിദ്യാർത്ഥിനികളുമായി മിഷണറിമാർ വന്നിരിക്കുകയാണ് ഇവിടുത്തെ ഗ്രാമവാസികളെ ഉദ്ബോധിപ്പിക്കാൻ. ഝാൻസി മിഷൻ ഏതെങ്കിലും ഒരു സന്ദേശം ജനങ്ങൾക്ക് പകർന്നു നൽകാൻ തിരഞ്ഞെടുക്കുന്ന രീതി അവിടെയുള്ള ഗ്രാമവാസികളുടെ ചിന്താശൈലിക്ക് അനുയോജ്യമാകുന്ന വിധമാണ്. अधिक से अधिक संख्या में आए और प्रोग्राम का लाभ लें. धन्यवाद. निशा, ओ निशा, निशा, हाँ हमने देखो हमने सफाई करी थी सुंदर लगता हो तो तुम्हारे पास नहीं है तो पैसा हम घर को खर्ची तो चला नहीं पाता है. तुम्हें पढ़ाएं कैसे? हमें नहीं पढ़ाने, तुम काम करो घर. निशा, ओ निशा, निशा कहाँ होगी? सुनाई नहीं दे रही. काहे को चिल्ला रही? काहे को? चलो पानी भरन चल रहे, हम तो जा रहे. हाँ चल रहे, रुक जा थोड़ी, जल्दी आओ. काहे निशा तुम स्कूल काहे नहीं गई थी आज? हमारी अम्मा ने नहीं जान दो भी कहीं थी घर को काम है को करे, तुम स्कूल जाओगी क्या काम करोगी? अम्मा ले हम भर लिया पानी, पकड़ो. हाँ ठीक है, धाय दो. जबान तुम्हारी बहुत चलन लगी. जाओ बाजार से सौदा ले दो कछु. दीदी, ओ दीदी, क्या जोर जोर से चिल्ली आ रही? अरे बच्चा कैसे हो? आ गए? कहीं कि ना करो भैया. अबे तो लौट लौट के करती है. अब तो मोबाइल ही जाने की को लेते ही, वो कौन से बात कहती रहती. ठीक है तो हम बात कर ले दोस्त से. ठीक है ले लगन के पास बच्चा है. जा कह रहे तुमसे एक बात कहें, बोलो. अरे तो कोई को बताने है का. ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിലെ അനേകം കുടുംബങ്ങളിൽ പെൺകുട്ടികൾ ഗാർഹിക പീഡനത്തിന് ഇരകളാകുന്നു. കൂടുതലും സ്ത്രീധനത്തിന്റെ പേരിലായതുകൊണ്ട് വരും തലമുറയെ സ്ത്രീധന സമ്പ്രദായത്തിൽ നിന്നും പിന്മാറ്റാനുള്ള ബോധവൽക്കരണമാണ് ഈ തെരുവ് നാടകത്തിലൂടെ മിഷൻ നടത്തുന്നത്. घर वाले से लड़का इतना अच्छा है, कछु याब नहीं है ना, दारू पिया ना गुटखा ना जुगा. तुम्हें तो सब ये भरे तो जा भी नहीं चल रहा, कछु जा भी नहीं तुम है करने जब तो मिल रहा. ठीक है पर दूसरे शादी करें लड़का के. हाँ तो ठीक है. ഈ ദുരവസ്ഥ മാറണം. ഇനി മുതൽ ഈ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടി പോലും സ്ത്രീധനത്തിന്റെ പേരിൽ കണ്ണീർ പൊഴിക്കാൻ ഇടയാകരുത്. ഈ ദൃഢനിശ്ചയം മനസ്സിന് നൽകാൻ തക്ക വിധമുള്ള സന്ദേശങ്ങൾ കലാപരമായിട്ടാണ് ഇവിടെ ഇവർ അവതരിപ്പിക്കുന്നത്. ചർച്ചകളിലൂടെയുള്ള ബോധവൽക്കരണത്തെക്കാളും തെരുവ് നാടകങ്ങൾ ഫലം കണ്ടെത്തുന്നതായി മിഷൻ പറയുന്നു. അതിനാൽ ഇത്തരത്തിലുള്ള അവതരണങ്ങൾ കാണിക്കാൻ ഓരോ ഉൾഗ്രാമങ്ങളിലേക്കും കടന്നു ചെന്ന് കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. തൽഫലമായി ഒട്ടനവധി കുടുംബങ്ങൾ ഇന്ന് സന്തോഷപ്രദമായ ജീവിതം നയിക്കുന്ന വാർത്തകൾ വരുന്നു. അത് ഝാൻസി മിഷനെ കൂടുതൽ തീക്ഷ്ണമായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. आया क्या समझ में? आ जा लो. हाँ बता. नहीं शर्माना नहीं, बता क्या है? क्या समझ में आया? दहेज नहीं लेना.
हाँ देखो, एक छोटा सा बच्चा है, हम सबको समझाता है और कहते हैं शादी के लिए दहेज नहीं लेना है। क्या ये बताइए? ठीक है, बीएससी करने के बाद आप वो बैंक वाला टेस्ट ഉത്തരേന്ത്യയിലെ കുടുംബങ്ങളിൽ ഇന്നും പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികൾക്കാണ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നത്. वही बोल रहा है ना, പെൺകുട്ടികൾ മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടതുകൊണ്ട് അവർ അടുക്കളകളിൽ ഒതുങ്ങുന്നു. जल्दी काम मिल जाता है, इसलिए आपको देखना चाहिए मुझे क्या बनना चाहिए, उसके अनुसार जाना. സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകുന്ന ഈ മിഷൻ അത് എളുപ്പത്തിൽ നടപ്പിലാക്കാൻ പെൺകുട്ടികൾക്ക് സൗജന്യമായ ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിന് മുൻതൂക്കം കൊടുക്കുന്നു. ജാൻസി രൂപതയിൽ പ്രവർത്തിക്കുന്ന പല വൈദികരും പല സ്ഥലത്തു നിന്നുള്ളവരാണ്. കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, മഹാരാഷ്ട്ര, പല സ്ഥലങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ നിന്നും വന്ന് പ്രവർത്തിക്കുന്ന മിഷണറിമാരാണ് അധികവും ഈ ജാൻസി മിഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവർ ഓരോരുത്തരെയും പരിശീലിപ്പിക്കുന്നത് സെൻറ്റ് ജോൺസ് മൈനർ സെമിനാരി എന്ന് പറയുന്ന ജൂഡ്പൂർ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനത്തിലാണ്. ഇവിടെ ഓരോരുത്തരെയും ആധ്യാത്മികമായും മാനസികമായും ശാരീരികമായും അവരെ വളർത്തി ശരിയായ രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് അവരെ ഓരോരുത്തരെയും വൈദികരാക്കുവാനായിട്ട് ഈ ജൂഡ്പൂർ മിഷൻ സഹായിക്കുന്നു. ഇവരാണ് ജാൻസി മിഷന്റെ വരും കാലങ്ങളിൽ ക്രിസ്തുവിന്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ തെരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകർ. ജാൻസി മിഷന്റെ വൈദിക പരിശീലനം നടത്തുന്ന ജൂഡ്പൂരിലെ ഈ മിഷൻ സ്റ്റേഷനിൽ നിന്നും ഭാവിയിൽ അനേകം ആത്മാക്കളെ ക്രിസ്തുവിനായി സ്വന്തമാക്കുവാൻ ഇറങ്ങേണ്ടവരാണിവർ. ഫ്രാൻസിസ് മാർപ്പാപ്പ പരിസ്ഥിതി സംരക്ഷണത്തിന് നൽകുന്ന പ്രാധാന്യം കത്തോലിക്ക സഭയുടെ സെമിനാരികളിലെ പാഠ്യപദ്ധതികളിലും പ്രതിഫലിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ കാണുവാൻ സാധിച്ചത്. ദൈവത്തിൻ്റെ ലോകത്തെ കൃതജ്ഞതാപൂർവം ധ്യാനിച്ചുകൊണ്ടും പാവങ്ങളുടെ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ടുമുള്ള ഉത്തരവാദിത്വപൂർണമായ ലളിത ജീവിതത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസമാണ് ഈ സെമിനാരിയിൽ നൽകിപ്പോരുന്നത്. സെൻറ്റ് ജോൺ ദ എവഞ്ചലിസ്റ്റിൻ്റെ പേരിലുള്ള ഈ ഫോർമേഷൻ സ്ഥാപനം ജാൻസി രൂപതയിലെ വൈദികരെ പ്രോത്സാഹിപ്പിക്കുവാനും അവരെ വളർത്തിയെടുക്കുവാനുള്ള ഒരു സ്ഥാപനമാണ്. ഇവിടെ പഠിക്കുന്ന ഓരോ വ്യക്തിയും 3 വർഷം പൂർത്തിയാക്കിയതിന് ശേഷം അവരെ ആഗ്ര ഫിലോസഫിയിൽ വിട്ട് അവരെ ഫിലോസഫി പഠിപ്പിക്കുകയും അതിനുശേഷം വീണ്ടും ജാൻസിയിൽ വന്ന് 1 വർഷത്തെ റീജൻസി ചെയ്തുകൊണ്ട് ജാൻസി മിഷനെക്കുറിച്ച് ശരിയായ രീതിയിൽ പഠിക്കുവാനും ജാൻസി മിഷനിലെ എല്ലാ വൈദികരും എല്ലാ സന്യസ്തരുമായി ഇടപഴകുവാനും ഈ റീജൻസി സഹായിക്കുന്നു. അതിനുശേഷം ഇവിടെയുള്ള ബ്രദേഴ്സിനെ അലഹബാദ് സെൻറ്റ് ജോസഫ് റീജണൽ സെമിനാരിയിൽ അയച്ച് 4 വർഷത്തെ ദൈവശാസ്ത്രം പഠിപ്പിക്കുകയും ഒപ്പം 4-ാം വർഷം അവർ ഡീക്കനായി മാറുകയും ചെയ്യുന്നു. മൊത്തം 13 വർഷത്തെ പഠനത്തിന് ശേഷം ഒരു മഹത്തായ അനദർ ക്രൈസ്റ്റ്, ഒരു പുരോഹിതൻ ജനിക്കുകയാണ്. ദൈവവചനം മറ്റു മതസ്ഥരിലേക്ക് എത്തിക്കുവാനും ഈ വൈദികർ ശ്രമിക്കുന്നു. നമ്മുടെ മാർപ്പാപ്പ പറയുന്നത് ദൈനംദിന ജീവിതത്തിൽ വൈദികർ ചെയ്യേണ്ട 3 കാര്യങ്ങൾ.
തേടുക, ഉൾപ്പെടുത്തുക, ആഹ്ലാദിക്കുക. തൻ്റെ ആടിനെ തേടി പുറത്തു പോകുന്നവനാണ് ദൈവമെന്ന് എസക്കിയേൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അപകട സാധ്യതകളെക്കുറിച്ചുള്ള ഭയാശങ്കകളില്ലാതെ നഷ്ടപ്പെട്ടതിനെ തേടി അവൻ പോകുന്നു. അങ്ങനെ കണ്ടെത്തും വരെ ഇടയൻ്റെ മനം അസ്വസ്ഥമായിരിക്കും. കണ്ടെത്തുമ്പോഴാകട്ടെ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. അങ്ങനെയായിരിക്കണം ദൈവഹൃദയം നിറഞ്ഞ ഒരു വൈദികൻ. Vatican Council II says, minor seminaries are a place where the seeds of vocation is nurtured and a strong spiritual foundation is given to these students who join the seminary by giving them a proper spiritual direction. We have threefold formation in the seminary over here. Firstly, spiritual formation. Secondly, intellectual formation. And thirdly, all-round development of the students, especially the gifts, talents that they are in them. We try to discover and develop these talents and gifts that God Himself has given to them. ഇവിടമാണ് തനിക്ക് ലഭിച്ച ദൈവവിളിയുടെ പൊരുളുകൾ തേടുന്ന സ്ഥലം. പൊതുവെ ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും ലോകത്തിൻ്റെ ഭാഷയിൽ നൽകുമ്പോഴും അവനവനിലുള്ള യഥാർത്ഥ ദൈവികതയെ കണ്ടെത്താൻ ഓരോ വൈദിക വിദ്യാർത്ഥിയെയും ഇവിടെ പരിശീലിപ്പിക്കുന്നു. അതിനായി മുൻ ബിഷപ്പ് ഫ്രെഡറിക് ഡിസൂസ ഇവിടെ നിരന്തരം സന്ദർശിക്കുന്നു. ഇവരുടെ ഉള്ളിൽ തരിയായി കിടക്കുന്ന ദൈവവിളിയാകുന്ന ആ തീപ്പൊരിയെ ഊതിക്കത്തിക്കുവാൻ വേണ്ടി. സന്യാസിനിമാർ ആകാൻ താല്പര്യമുള്ള പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ ജാൻസി മിഷനിലൂടെ നാം കാണുന്നത്. ഇവിടെ വരുന്ന ഓരോ പെൺകുട്ടിയും തൻ്റെ ദൈവവിളിയെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ഒപ്പം അവർ എവിടെയായിരിക്കുന്നു, ഏതു സഭയിലായിരിക്കുന്നു, ആ സഭയിൽ ഉള്ള പ്രവർത്തന മേഖലകളെ തിരിച്ചറിഞ്ഞുകൊണ്ടും, ഒപ്പം അവരെ ഓരോരുത്തരും കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സ്വയമായി പ്രിപ്പയർ ചെയ്യുന്ന ഒരു അവസരമാണ് ഈ ഫോർമേഷൻ. ഈ അവസരത്തിൽ അവർ കൂടുതലായി പ്രാർത്ഥിക്കുകയും ഒപ്പം ദൈവാനുഗ്രഹത്തിന് വേണ്ടി യാചിക്കുകയും അതോടൊപ്പം അവർ നല്ല സന്യാസിനിമാരായി മാറുകയും ചെയ്യുന്നു. ഇവിടെ അധികവും കാണുവാൻ സാധിക്കുന്നത് ലോക്കൽ ഒക്കേഷനാണ് ഇവിടെ അധികവും കാണുവാനായിട്ട് സാധിക്കുന്നത്. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ ഈ ജാൻസി മിഷനിൽ പ്രവർത്തിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ, കേരള, തമിഴ്നാട്, കർണാടകയിലുള്ളവരുണ്ടെങ്കിൽ പോലും കൂടുതലുമായി ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ഇങ്ങനെയുള്ള മേഖലകളിൽ വസിക്കുന്ന പെൺകുട്ടികളെ അധികമായി പ്രോത്സാഹിക്കുകയും ഒപ്പം അവിടെ നിന്നും വരുന്ന കുട്ടികളെ നല്ല വിദ്യാഭ്യാസ രീതിയിൽ വളർത്തി അവരെ അവിടുത്തെ സന്യസ്തരായി മാറ്റിക്കൊണ്ട് ദൈവസ്നേഹം പകർന്നു കൊടുക്കുവാനായിട്ട് ജാൻസി മിഷൻ സഹായിക്കുന്നു. प्रतीक है भोजन कार्य बारंबार, ये रोटी द्राक्षरस
എൻ്റെ പേര് സിസ്റ്റർ ഹെപ്സിബ DSS. ഇത് ഞങ്ങളുടെ ദീനസേവന സഭയുടെ നോർത്ത് വൈസ് പ്രോവിൻസാണ്. ഞങ്ങളുടെ പ്രധാന പ്രവർത്തനങ്ങൾ വില്ലേജുകളിലെ പാവപ്പെട്ട ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ഞങ്ങളുടെ കാരിസം പറയുന്നത് പോലെ തന്നെ വില്ലേജുകളിലാണ് ഞങ്ങളുടെ കോൺവെൻറ്റുകൾ എല്ലാം ഉള്ളത്. ആദിവാസികളുടെ ഇടയ്ക്കും ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. 5 സ്റ്റേറ്റിലായിട്ട് ഞങ്ങളുടെ സിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ നോർത്തിൽ നിന്നുള്ള കുട്ടികളെയാണ് ഇവിടെ എടുത്ത് ട്രെയിൻ ചെയ്യുന്നത്, ഇവിടുത്തെ സിസ്റ്റേഴ്സ് ആകാൻ വേണ്ടി. അതായത് ഇപ്പോൾ ഇവിടെയുള്ളവർ ഒറീസയിൽ നിന്നുണ്ട്, ജാർഖണ്ഡിൽ നിന്നുണ്ട്, ബറേലിയിൽ നിന്നുണ്ട്, ബനാറസിൽ നിന്നുണ്ട്. കേരളത്തിൽ നിന്ന് 2 പേര് കുട്ടികൾ വന്നു, പക്ഷേ അവർക്ക് ഇവിടുത്തെ സിറ്റുവേഷനിൽ നിന്ന് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു പോയി. സോ ഞങ്ങൾ കേരളത്തിൽ നിന്നും വൊക്കേഷൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. दे दो आशीष अपार, दे दो आशीष अपार, दे दो आशीष अपार. ഝാൻസി മിഷൻ. ഝാൻസി മിഷൻ രൂപതയിൽ ഓരോ ഗ്രാമത്തിലും ഓരോ സ്കൂൾ തുറക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഝാൻസി മിഷൻ എല്ലാ ജനങ്ങളിലേക്കും എത്തിച്ചേരുന്നത്. കാരണം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് അവർക്ക് അറിവ് പകർന്നു കൊടുക്കാനും നല്ല ഒരു വ്യക്തിയായി മാറുവാനായിട്ടും സഹായിക്കുകയുള്ളൂ. ഈ സഹായം എത്രമാത്രം വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് സഹായിക്കാൻ സാധിക്കുമോ അത്രമാത്രം ദൈവസ്നേഹത്തെ പകർന്നു കൊടുക്കുവാനായിട്ട് നാം ഓരോരുത്തരും ശ്രമിക്കുന്നു. ഝാൻസിയിലുള്ള എല്ലാ മിഷൻ സ്റ്റേഷനിലും അവിടെയുള്ള എല്ലാ ഗ്രാമവാസികളും, അടുത്ത് താമസിക്കുന്ന എല്ലാ ഗ്രാമവാസികളും ഈ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകിക്കൊണ്ടും നല്ല മാതൃകയിൽ വളരുവാനായിട്ട് എപ്പോഴും അവരെ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഝാൻസി മിഷൻ അധികവും ഉൾഗ്രാമങ്ങളിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ഓരോ ഗ്രാമവാസികളെയും നല്ല വ്യക്തികളായി മാറുവാനായിട്ട് സഹായിക്കുന്നതോടൊപ്പം ഝാൻസി സിറ്റിയിലെ ജനങ്ങളുടെ ആവശ്യപ്രകാരം അവരുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഝാൻസി സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയോടുകൂടി അടങ്ങിയ സ്മാർട്ട് ബോർഡ്, സ്മാർട്ട് സിസ്റ്റം, SMS സിസ്റ്റം എന്നിവ അടങ്ങിയ പല സ്കൂളുകളും ഝാൻസി മിഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിലൂടെ ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസ രീതി കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുവാനും ഒപ്പം അവരെ ഇന്നത്തെ കാലത്തിനനുസരിച്ച് വളർത്തുവാനും ഈ വിദ്യാഭ്യാസ രീതി സഹായിക്കുന്നു. Please repeat with me the word Caucasian. Let's say the word Caucasian. I will break it up into 3 syllables for you. I'll say Caucasian. All of you say Caucasian. That means to say a fair-skinned British person. Always remember, there's no word like the term as Britisher. Of course, we might find inadvertently this error might have crept in some of the notebooks and books of history that we use the term Britisher. ഇന്നത്തെ അത്യാധുനിക കാലഘട്ടത്തിലേക്ക് ഈ വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഝാൻസി മിഷൻ. പഠന വിഷയങ്ങളെ ദൃശ്യമാധ്യമത്തിലൂടെ അഭ്യസിപ്പിക്കുമ്പോൾ കൂടുതൽ ഫലം കാണുന്നതായിട്ടാണ് അധ്യാപകരും വിദ്യാർത്ഥികളും സാക്ഷ്യപ്പെടുത്തുന്നത്. പഠന സൗകര്യങ്ങൾ കൂടുന്നതോടൊപ്പം സ്ഥാപനത്തിൻ്റെ അച്ചടക്കത്തിനും ഇവിടെ മുൻതൂക്കം കൊടുക്കുന്നു. ഇത് ഫാദർ അരുൾ റിച്ചി, സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. ഓരോ ക്ലാസ് മുറിയിലും ഓരോ ക്യാമറ,
അധ്യാപകരെയും വിദ്യാർത്ഥികളെയും നിരീക്ഷിക്കാൻ സജ്ജമാക്കിയിട്ടുണ്ട്. Hello. Yeah, this is Father Richard speaking. Yeah, principal. Yeah, I like to have the clipping of a class 9C. Just I want to see what the children are doing, how the teachers are teaching. Yeah, just connect it. Yeah, now I can see. Yeah, fine. See that boy is talking. Yeah. Come on, open your books. Pay attention to the studies. Yeah, that's better. Yeah. Yeah, ma'am, you can carry on. Carry on teaching. Yeah, fine. അച്ചടക്കത്തിനു വേണ്ടി കാലഘട്ടത്തിൻ്റെ ഈ സൗകര്യങ്ങളെ അലസത മാറ്റുവാനും മാനവ നന്മയ്ക്കായും ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയാണ് ഇവിടെ ജാൻസി മിഷൻ. Yeah, this is the Christ the King College, founded by Bishop Fenech in 1940. And those days in Jhansi, hardly any school was there. And that time it began with only 6 students, and today we have got almost 3,400 children in the school, and it caters to almost all the people of Jhansi, and they are also very good in studies, and it is the ICSE board, English medium, and here children really do well. And not only that, more than that, we give them the Christian orientation, and we help not only the Christian but also other people to know about Christ by way of moral education, by way of having every first Friday we have a mass, and we inculcate in them and tell the children it is Jesus who has come not only for us, it's for the whole world, and he is there to lead and guide us, and we need to also help him always. So our children are also molded. That's why we have got very many dignitaries, not only the children from the lower area but also from the higher sector, and we have got great many doctors, engineers, and even our late Army General Mr. Ribeiro also the students of this institution. Again, read the reading of the burette. The reading of burette is 6. It means 50 ml total capacity of the burette, but the upper reading is 6 ml. So we will write the reading. ഇവിടെ പഠിക്കുന്നവരിൽ ഏറെയും അക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, പഠിക്കാൻ അതിയായി ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ ഫീസ് ഇളവും നൽകുന്നുണ്ട്. അത് ഈ ഝാൻസി നിവാസികളുടെ പൊതുവായ വിദ്യാഭ്യാസത്തോടുള്ള സമീപനത്തിന് ഊർജം പകരുന്നു. ആധുനിക കാലഘട്ടമാണെങ്കിൽ പോലും ഉത്തർപ്രദേശ് എന്ന രാജ്യത്ത് ഇപ്പോഴും പെൺകുട്ടികൾക്ക് അധികം മുൻതൂക്കം നൽകാത്ത ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ മാറ്റി നിർത്തി അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കാതെയും അവരെ പ്രോത്സാഹിപ്പിക്കാതെയും അവരെ ഓരോരുത്തരെയും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഝാൻസി മിഷൻ തൻ്റേതായ ഗേൾസ് ഓൺലി സ്കൂൾസ് തുറന്നുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ നല്ലൊരു വ്യക്തികളായി മാറ്റുവാനായിട്ട് സഹായിക്കുന്നു. ഈ സ്കൂളിൽ പഠിക്കുന്ന ഓരോ കുട്ടിയും ഓരോ പെൺകുട്ടിയും സ്വന്തമായി തൻ്റെ ശ്രമത്തോടുകൂടി താൻ ചെയ്യുന്നത് എന്തും അത് സമൂഹത്തെ വളർത്തുവാനും സ്വന്തമായി വളരുവാനും ഈ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം സഹായിക്കുന്നു. Hello, I'm Mrs. Deepika Pant, teaching in St. Francis Convent Inter College of Jhansi district. It is the best school for the girls' education, and it is run by the CJ Sisters, that is the Congregation of Jesus, and they have dedicated their life for the service of the mankind and especially for the upliftment of the women. As we know that UP, especially Uttar Pradesh, we find that the girl child is not treated as a boy, and here we find that they do not provide good education to a girl child. But when a girl child is brought in this institution,
our sisters are taking proper care of these, and they have a vision for them that they should be educated, they should go ahead in life, and they can stand on their own feet. And in this way, our children, our girls are now at higher posts everywhere around the country as well as in the world. And wherever they go, they really stand outstanding over there, and they keep up the values that are taught over here, and also their dedication that the teachers and the sisters, with full dedication, the work that they are doing here is shown in them. And they are all doing good work for the glory of the God. No, let us see what is this done. So it is a lesson for you to revise. Let us see how do they teach. The line segment joining the midpoints of the two sides of a triangle is parallel to the third side and equal to half the third side. ജാൻസി മിഷൻ രൂപതയുടെ പ്രവിശ്യകളിലുള്ള അനേകം പെൺകുട്ടികൾ ഇന്ന് അടുക്കളകളിൽ നിന്നും വിദ്യാലയങ്ങളിലേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു. ജാൻസി റാണിയുടെ ഈ നാട് ഇന്ന് ക്രിസ്തു സ്നേഹത്താൽ സമ്പന്നമാണ്. സ്ത്രീകളെ സമൂഹത്തിൽ അംഗീകരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് ഇവർക്കറിയാം ആരാണ് ക്രിസ്തുവെന്ന്. ജാൻസി മിഷൻ ലോക സുവിശേഷവൽക്കരണത്തിനായി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും നിറഞ്ഞ ഒരു പുത്തൻ പന്തക്കുസ്തായ്ക്ക് വേണ്ടി. ആപ് സബ്കോ ജയ് യേശു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനം നമ്മളോട് ഓരോരുത്തരോടും പറയുകയാണ്, ലോകമെങ്ങും പോയി കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക. നാം ഓരോരുത്തരും കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ മാമോദിസ സ്വീകരിച്ച ദിവസം മുതൽ നാം ഓരോരുത്തരെയും കർത്താവ് തൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നു. ജാൻസി മിഷനയിൽ പ്രവർത്തിച്ചുകൊണ്ട് കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനും അവിടുത്തെ കാരുണ്യം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും ഉള്ള അവസരം നമുക്ക് കർത്താവായ യേശു ക്രിസ്തു എപ്പോഴും അനുഗ്രഹിച്ചു നൽകുന്നു. അതുകൊണ്ട് തന്നെ ജാൻസി മിഷനിൽ പ്രവർത്തിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ടും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സ്നേഹിച്ചുകൊണ്ടും ദൈവം നമ്മളെ ഓരോരുത്തരെയും മിഷണറിമാരായി മാറ്റുവാൻ അനുഗ്രഹിക്കട്ടെ.